നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മമതാ ബാനർജി കോൺഗ്രസിലേക്ക് എത്തിയാൽ ബംഗാളിലല്ല, മറിച്ച് അവരുടെ പ്രവർത്തന മണ്ഡലം മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ അവർ കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇനി ബംഗാളിലേക്കില്ല എന്ന രീതിയിലേക്കാണ് മമതാ ബാനർജി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഭരിച്ചു മുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബംഗാളിൽ മറ്റാർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു നേതാവായിരുന്നു മമതാ ബാനർജി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നീണ്ട 15 വർഷക്കാലം അവർ ഞാൻ പിടിച്ചതിന് 3 കൊമ്പ് എന്ന വിചാരവുമായി മുന്നോട്ട് പോയവരാണ്. അതിൻ്റെ തിക്തഫലം അവർ നല്ലപോലെ അനുഭവിക്കുന്നു. സാധാരണ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു പാർട്ടി ഇത്ര പെട്ടെന്ന് നാമാവശേഷമാകുന്നത് വളരെ വിദൂരമാണ്. 80 സീറ്റ് പ്രതിപക്ഷത്തുള്ളപ്പോഴും കിട്ടിയ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് കോൺഗ്രസിലേക്ക് എത്തിയാൽ മറ്റ് പ്രദേശങ്ങളിലെ ചുമതലകൾ അവർക്ക് നൽകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. നീണ്ട 15 കൊല്ലക്കാലം മുഖ്യമന്ത്രി, മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെ പല സ്ഥാനങ്ങൾ അവർ അലങ്കരിച്ചിട്ടുണ്ട്. അവരെ കോൺഗ്രസ് ഉപാധികളോടെ തന്നെ ആയിരിക്കും ആ സ്ഥാനത്തേക്ക് എടുക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാക്കി എടുക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ബംഗാളിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു മുഖമായി മമതാ ബാനർജിയെ പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം ബംഗാളിൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് മമതാ ബാനർജി ഒരു രീതിയിലും ഒരു സാഹചര്യം സൃഷ്ടിക്കുകയില്ല. അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പേര് വെച്ചുകൊണ്ട് കോൺഗ്രസ്സിന് അവിടെ വളരാൻ കഴിയില്ല. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കൾ ആ സ്പേസ് വീണ്ടും നല്ലപോലെ വിനിയോഗിച്ചാൽ തിരിച്ചു കയറി വരാവുന്ന അവസ്ഥ തന്നെയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് സംജാതമായിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഒഡീസ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, അവരുടെ മേഖലയിൽ സംഘടനാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മമതാ ബാനർജിക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ അവർ പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിൽ കൊടുത്താലും അത് ഉപകാരത്തെക്കാൾ കൂടുതലായി ഉപദ്രവമായി മാറുമെന്ന തിരിച്ചറിവുണ്ട്. മമതയെ തഴയുകയല്ല, മറിച്ച് അവരെ എങ്ങനെ അവരുടെ സേവനം വിനിയോഗിക്കുക എന്ന തിരിച്ചറിവിലേക്കാണ് ദേശീയ നേതൃത്വവും വിവിധ സംസ്ഥാന നേതൃത്വങ്ങളും തമ്മിൽ സംസാരിക്കുന്നത്. ഏതായാലും ഒഡീസ ബംഗാളിൻ്റെ അയൽ സംസ്ഥാനം കൂടിയാണ്. അവിടെ കോൺഗ്രസ്സിന് കാര്യമായ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുമെന്ന തിരിച്ചറിവുണ്ട്. അതെല്ലാം ചർച്ചാ വിഷയമായി മാറും.